ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറായ ഗില്ലൻ പാരെ സിൻഡ്രോമിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന ഒരു അപാകത മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. സാധാരണയായി ഒരു ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ വൈറസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ വളരെ അപൂർവമായി മാത്രം ഈ ആൻറ്റിബോഡീസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളെ നശിപ്പിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യും. ഇതിനെയാണ് ഗില്ലൻ പാരെ സിൻഡ്രോം എന്ന് പറയുന്നത്. സാധാരണ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഫ്ലൂ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വയറിനുണ്ടാകുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, വയറിളക്കം പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനോ കഴിഞ്ഞിട്ടാണ് ഈ അസുഖം കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ബലക്കുറവാണ്. ഇതിനെ നമ്മൾ അസെൻഡിങ് പാരാലിസിസ് എന്ന് പറയും. അതായത് കാലിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് വരുന്ന ബലക്കുറവ്. തുടക്കത്തിലെ കാലുകളിലായിരിക്കും ബലക്കുറവ്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, മുട്ടുമടങ്ങി വീഴുക, ഇരുന്നിട്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ട് വരികയും കൈകളെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ രോഗി പൂർണ്ണമായിട്ടും കിടപ്പവസ്ഥയിൽ എത്തുന്ന ഒരു സ്റ്റേജ് എത്തുന്നു. പിന്നീട് അത് കഴുത്തിലെ മസിലുകളെ ബാധിക്കുന്നു. കഴുത്തിന് മസിലുകളെ ബാധിക്കുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. ശ്വസനത്തിൻ്റെ പേശികളെയാണ് ബാധിക്കുന്നതെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാതെ വരികയും അത് മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് ക്ലിനിക്കലിയാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ഒരു പനിയോ എന്തെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് കാലുകളിൽ ബലക്കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ഗില്ലൻ പാരെ സിൻഡ്രോം ആണെന്നുള്ളത് സംശയിക്കണം. ഇത് കൺഫേം ചെയ്യാനായിട്ട് ഞരമ്പിൻ്റെ ടെസ്റ്റുകൾ, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, അതുപോലെ ബ്രെയിനിലുള്ള ഫ്ലൂയിഡ് CSF നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് അതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണോ എന്നുള്ളത് പരിശോധിക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ക്ലിനിക്കൽ വെച്ചിട്ടാണ്. ഈ ഒരു അസെൻഡിങ് പാരാലിസിസ് പാറ്റേണിലുള്ള വീക്ക്നെസ് ഉണ്ടോ, അതിന് മുമ്പായിട്ടൊരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്ന്, നമ്മൾ ഈ IV ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നു. ഇത് ഈ അധികമായിട്ടുള്ള ആൻറ്റിബോഡികളെ നശിപ്പിക്കാൻ സഹായിക്കും. രണ്ടാമതായിട്ട് ഡയാലിസിസ് പോലുള്ള പ്ലാസ്മാഫെറസിസ്, അതായത് നമ്മുടെ പ്ലാസ്മയിൽ, ബ്ലഡിലുള്ള പ്ലാസ്മയിലാണ് ഈ ആൻറ്റിബോഡീസ് ഉള്ളത്. അപ്പോൾ ഡയാലിസിസ് പോലൊരു പ്രക്രിയയിലൂടെ ഈ പേഷ്യൻറ്റിൻ്റെ പ്ലാസ്മ മാറ്റുകയും അതുവഴി ആ ആൻറ്റിബോഡീസിനെ മാറ്റുകയും പുതിയ പ്ലാസ്മ അല്ലെങ്കിൽ ആൽബുമിൻ ശരീരത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ അസുഖം കണ്ടുപിടിച്ച് ഈ പ്ലാസ്മാഫെറസിസോ IV ഇമ്മ്യൂണോഗ്ലോബുലിനെ കൊടുത്താൽ രോഗം ചിലപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഭേദമാക്കാൻ പറ്റും. ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്താലും കുറച്ച് ബലക്കുറവ് ബാക്കിയുണ്ടാകും. അത് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ശരിയാക്കേണ്ടി വരും. ഇപ്പോൾ ശ്വാസത്തിൻ്റെ മസിലുകളെ ബാധിച്ചാൽ പേഷ്യൻറ്റിന് മിക്കവാറും വെന്റിലേറ്റർ തെറാപ്പിയും വേണ്ടി വരും. അപ്പോൾ ഈ അസുഖത്തിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ്. നമസ്കാരം.